പ്രൈസ് വരുന്നത് 320. ആസ്കിംഗ് അല്ലേ? ആസ്കിംഗ് പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് 4x4 പവർ സ്റ്റിയറിംഗ്, ഡ്യുവൽ എയർ ബാഗ് എല്ലാം വരുന്നുണ്ടല്ലേ? BXI കിഡിന്റെ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. 1 ലിറ്റർ ഓട്ടോമാറ്റിക്. 1 ലിറ്റർ ഓട്ടോമാറ്റിക്. അപ്പോൾ ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ഇത് 255. ഓക്കെ. ഇയോൺ 2016 ഇയോൺ ഡിലൈറ്റ് പ്ലസ്. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ് വരുന്ന മോഡൽ. Baleno CVT ആണ്, ഓട്ടോമാറ്റിക്. CVT 2016 മോഡൽ CVT ഗിയർ ബോക്സ് ആണ്. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ്? ഇത് പ്രൈസ് വരും 340. അതെ. ആസ്കിംഗ് പ്രൈസ് അല്ലേ? ആസ്കിംഗ് പ്രൈസ് ഫുൾ ലോണും ചെയ്ത് കൊടുക്കാം. ബ്രീസ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അതെ, ഓട്ടോമാറ്റിക് VDI. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനുള്ള സെക്കൻഡ് ചോയ്സിലാണ്. അപ്പോൾ ഞാൻ ഉള്ളത് തിരുവനന്തപുരം എടപ്പഴിഞ്ഞാണ്. നമ്മൾ സ്ഥിരം ചെയ്യുന്ന കഴക്കൂട്ടമാണ്. അതല്ല, ഇത് വേറെ ഷോറൂമാണ്. ലൊക്കേഷൻ കറക്റ്റ് തിരുവനന്തപുരം എടപ്പഴിഞ്ഞ്, ജഗതിയുടെയൊക്കെ അടുത്തായിട്ട്. നമ്മുടെ അടുത്ത് ഡീറ്റെയിൽസ് അറിയാൻ ചിന്തു ഉണ്ട്. വീഡിയോയുടെ സ്വാഗതം. അപ്പം അത്യാവശ്യം ഹൈ ക്വാളിറ്റി കാറുകളുണ്ടല്ലോ? അത്യാവശ്യം നല്ല വണ്ടികളാണല്ലോ. മോഡൽ കൂടി നല്ല വണ്ടികൾ, 2014 തൊട്ടുള്ള വണ്ടികളാണ്. മിക്കവാറും നല്ല സിംഗിൾ ഓണർഷിപ്പ് വണ്ടികളാണ്. സിംഗിൾ ഓണർഷിപ്പ് ആയിരിക്കും, കമ്പനി സർവീസ് ആയിരിക്കും. ആക്സസറി കാര്യങ്ങളൊന്നും ഇല്ല, നല്ല വണ്ടികളാണ്. അപ്പോൾ നമ്മൾ ലോൺ സ്റ്റാർട്ട് ചെയ്യുന്ന വർഷം 2014 തൊട്ടുള്ള മോഡൽ ലോൺ ചെയ്യുന്നുണ്ട്. ബ്രോ, കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയാം? നമ്മുടെ എടപ്പഴി ജംഗ്ഷനിൽ നിന്ന് ശാസ്തമംഗലം പോകുന്ന വഴിയിൽ വലയ സൈഡ്. തിരുവനന്തപുരം സിറ്റിക്കകത്ത് തന്നെയാണ്. സിറ്റിക്കകത്ത് തന്നെയാണ്. അളകാപുരി ഓഡിറ്റോറിയം ഒക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ അടുത്തായിട്ട്. അപ്പോൾ അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം, അതേപോലെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടു സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നേരെ ഓൾട്ടോ 800 2017 മോഡൽ. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ സിംഗിൾ ഓണറാണ്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. ഫുൾ കമ്പനി സർവീസ്. കമ്പനി സർവീസിനാണ്? അതെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ. വണ്ടി നീറ്റ് ആണോ? സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല. ടയർ കണ്ടീഷൻ പുത്തൻ ടയർ ഉണ്ടല്ലേ? അതെ, 4 പുത്തൻ ടയർ കിടപ്പുണ്ട്. ഇതൊക്കെ നീറ്റ് ആണ് കേട്ടോ. സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇതിനകത്ത് മ്യൂസിക് സിസ്റ്റം വെച്ചിട്ടുണ്ട്. 2 door AC പവർ സ്റ്റിയറിംഗ്, റിമോട്ട് സെൻട്രലൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഫുള്ളി കമ്പനി സർവീസ് തന്നെയാണ്? അതെ, ഫുള്ള് കമ്പനി സർവീസ്. ഓക്കെ. വേറെ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല. ടയർ കണ്ടീഷൻ 4 പുത്തനുണ്ട് അല്ലേ? അതെ. അപ്പോൾ ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ഇത് 255. ഓക്കെ. ആസ്കിംഗ് പ്രൈസ് അല്ലേ? ആസ്കിംഗ് പ്രൈസ് ആണ്. എല്ലാം ചോദിക്കുന്ന പ്രൈസ് ആണ്. വ്യത്യാസമുണ്ടോ? നെഗോഷ്യബിൾ ആണല്ലോ. ഓക്കെ. ഫിനാൻസ് എത്ര ആയിരുന്നു ചിന്തു? 2 ലക്ഷം രൂപ ലോൺ ഇട്ട് കൊടുക്കാം. ചെയ്യാൻ പറ്റും. ചിന്തു അടുത്ത് കിഡിന്റെ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. 1 ലിറ്റർ ഓട്ടോമാറ്റിക്. 1 ലിറ്റർ ഓട്ടോമാറ്റിക്. അതെ. ഓക്കെ. മോഡലോ? 2018 മോഡൽ. ഓണർഷിപ്പ് സിംഗിളിനാണോ? സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? 60,000 കിലോമീറ്റർ കമ്പനി സർവീസ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ. ടയർ ഓൾമോസ്റ്റ് ഒരു 60%. സെക്കൻഡ് ടയറാണ്. രണ്ടാമത്തെ ടയർ 60,000 കിലോമീറ്റർ ഓടിയത്. അതിന്റെ തേയ്മാനം ഉണ്ട്. അതെ. വണ്ടി വേറെ സ്ക്രാച്ച് ഔട്ടിന്റെ കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. സർവീസ് കമ്പനി തന്നെയാണ്. TVS-ലാണ്, റെനോട്ടിലാണ്. ശരി. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. നീറ്റായിട്ടുണ്ട്. സീറ്റ് വർക്ക്. ഓക്കെ. ഇത് ഇൻബിൽറ്റ് സീറ്റ് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. റിവേഴ്സ് ക്യാം എല്ലാം വരുന്നുണ്ട്. സിംഗിൾ എയർ ബാഗ്. ഓക്കെ. സെയിം RST തന്നെ അല്ലേ? RST. അപ്പോൾ കിഡ് ഓട്ടോമാറ്റിക് RST. നമ്മുടെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? പ്രൈസ് വരുമ്പോൾ 290. അതെ. 2018 ആണ്. നെഗോഷ്യബിൾ ആണോ? നെഗോഷ്യബിൾ ആണ്. ഫുൾ ഓണും ചെയ്ത് കൊടുക്കാം. സെലേറിയോ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. 2014 മോഡൽ ഓട്ടോമാറ്റിക് VXI. 2014 ഓട്ടോമാറ്റിക്. അതെ. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ സെക്കൻഡ് ഓണറാണ്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫുൾ കമ്പനി സർവീസ് ആണ്. അതെ. ടയർ 4 പുത്തനുണ്ട്. നല്ല ടയർസ്, 4 പുതിയ ടയർസ്. ഓക്കെ. ടയർ 4 മാറിയിട്ടുണ്ട്. പുത്തൻ ടയറുണ്ട്. വേറെ സ്ക്രാച്ച് ഔട്ടിന്റെ കാര്യങ്ങളൊന്നുമില്ല. 2014 അല്ലേ? 2014. ഇന്ത്യയിൽ കണ്ടിട്ട് സീറ്റ് ഫാബ്രിക് ആണ് കേട്ടോ. അതിനകത്ത് സീറ്റ് വെച്ചിട്ടുണ്ട്. 4 door AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക് അല്ലേ? അതെ. VXI അല്ലേ വരുന്നത്? VXI. ഓക്കെ. അപ്പം ഓട്ടോമാറ്റിക് ആണെങ്കിൽ മൈലേജ് ഒരു 18 കിട്ടത്തില്ല? 15-16 റേഞ്ച് സിറ്റി തന്നെ കിട്ടുമല്ലോ. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? പ്രൈസ് വരുന്നത് 320. ആസ്കിംഗ് അല്ലേ? ആസ്കിംഗ് പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് എത്ര കയറും? 283 രൂപ ലോൺ ഇട്ട് കൊടുക്കാം. ചിന്തു നെക്സ്റ്റ് ഇയോൺ 2016 ഇയോൺ ഡിലൈറ്റ് പ്ലസ്. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ് വരുന്ന മോഡൽ. കിലോമീറ്റർ പറഞ്ഞായിരുന്നോ? 60,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിൾ ലൈനാണോ? സെക്കൻഡ് ഓണറാണ്. ഓണർഷിപ്പ്. ഓക്കെ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സർവീസ് കമ്പനി തന്നെയാണോ അപ്പോഴും? ഇതുവരെയും കമ്പനി തന്നെയാണ് സർവീസ്. ഓക്കെ. ടയർ കണ്ടീഷൻ ആവറേജ് ആണ് കേട്ടോ. ഒന്നുമില്ല. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല. സെൻട്രൽ ലോക്കും ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇത് AC പവർ സ്റ്റിയറിംഗ് മാത്രം വരുന്ന മോഡൽ. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ചിന്തയുടെ പ്രൈസ്? 2016 അല്ലേ? 2016 210 ചോദിക്കും. 210 ചോദിക്കും. അതെ. നെഗോഷ്യബിൾ ആണോ? നെഗോഷ്യബിൾ ആണ്. ആസ്കിംഗ് പ്രൈസ്. ഓക്കെ. അപ്പോൾ ചിന്തു നെക്സ്റ്റ് നമ്മുടെ എക്സ്പ്രസോ ആണ്. 2021 മോഡൽ എക്സ്പ്രസോ VXI. 21. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് സിംഗിൾ ഓണർ. 34,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മാനുവൽ അല്ലേ? മാനുവൽ. ഓക്കെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. കമ്പനി സർവീസ്. വണ്ടി നീറ്റ് ആട്ടോ. സ്ക്രാച്ച് ഇടേണ്ട കാര്യങ്ങളൊന്നുമില്ല. KL01 ട്രിവാൻഡ്രം വണ്ടി അല്ലേ? ട്രിവാൻഡ്രം വണ്ടി. ഓക്കെ. ടയർ റീപ്ലേസ്. സെക്കൻഡ് ടയർ 4 പുതിയ ടയർ. പുത്തൻ ടയർ കിടപ്പുണ്ട്. വണ്ടി നീറ്റ് ആട്ടോ. സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ.
ഇന്റീരിയർ കണ്ടീഷൻ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, മെയിൻറ്റൈൻഡ് ആണ്. ഇതിനകത്ത് VXI വേരിയന്റ് അല്ലേ? അതെ, VXI. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. അതെ, 2 ഡോർ വരുള്ളൂ. VXI 2 ഡോറേ ഉള്ളൂ. അല്ല, VXI പ്ലസിലാണ് 2 ഡോർ പവർ വിൻഡോ 2 ഡോറേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ്? ഇത് പ്രൈസ് വരും 340. 340. അതെ, ആസ്കിംഗ് പ്രൈസ് അല്ലേ? ആസ്കിംഗ് പ്രൈസ് ഫുൾ ലോണും ചെയ്ത് കൊടുക്കാം. ലോൺ ചെയ്യാം. 340 വരെ ലോണും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിന്ത നെക്സ്റ്റ് ഗ്രാൻഡ് ആയിട്ട് ചേട്ടാ, ഗ്രാൻഡ് ആയിട്ട് 2018 മോഡൽ ഗ്രാൻഡ് ആയിട്ട്. 18 ആണ്. അതെ. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ സെക്കൻഡ് ഓണറാണ്. 37,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ആണ്. ഓക്കെ. കമ്പനി സർവീസിനാണോ? കമ്പനി സർവീസ്, ഇതുവരെയും കമ്പനി സർവീസാണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 4 നല്ല ടയേഴ്സ് ഉണ്ട്. ടയർ ഒരു 70-80%. ഫ്രണ്ട് കുറച്ച് പുത്തണ്ടായിരുന്നു. അതെ, ഗ്രാൻഡ് ആയിട്ട് മാഗ്നയാണ്. മാഗ്ന വരുന്നുണ്ട് അല്ലേ? ഓക്കെ. ഈ സ്ഥലം കുഴപ്പമില്ല. എൻഡോ സ്ട്രക്ചേഴ്സ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. വണ്ടി നീറ്റാണ്. വെൽ മെയിൻറ്റൈൻഡ് വെഹിക്കിളാണ്. നല്ല വണ്ടി. കിലോമീറ്റർ ലോ കിലോമീറ്റർ അല്ലേ? ലോ കിലോമീറ്റർ ആണ്. 37,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സീറ്റ് ഫാബ്രിക് ആണ്, കുഴപ്പമില്ല, മെയിൻറ്റൈൻഡ് ആണ്. ഇതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, AC വരുന്നുണ്ട്, സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ്, ഫോട്ടോപ്പിൻ്റെ പവർ സ്റ്റിയറിംഗ്, മിറർ അഡ്ജസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ടല്ലേ? ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിറേഴ്സ് എല്ലാം വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. എയർ ബാഗും വരുന്നുണ്ടല്ലേ? സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട്. ഗ്രാൻഡായിട്ട് മൈലേജ് വന്നിട്ട് ഒരു 15 റേഞ്ച് വരുമല്ലോ. 15 കിലോമീറ്റർ മൈലേജ് എടുക്കും. അപ്പോൾ വേറെ ആക്സസറി കാര്യങ്ങളൊന്നുമില്ല? ഒന്നുമില്ല. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. ഫുൾ കമ്പനി സർവീസ്. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ്? ഇത് പ്രൈസ് ചോദിക്കുന്നത് 410. 410 ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആയിരിക്കും. ചോദിക്കുന്ന പ്രൈസാണ് ഇതെല്ലാം. നെഗോഷ്യബിൾ ആണ്. ഫിനാൻസോ? ഫിനാൻസ് കിട്ടും. നമുക്ക് അത്യാവശ്യം സിവിൽ സ്കോർ റീപേയ്മെന്റ് ഉള്ള ആളാണെങ്കിൽ 4 ലക്ഷം രൂപ ലോൺ തന്നെ കിട്ടും. ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോൺ കിട്ടും. വാഗനർ കേട്ടോ, പുതിയ വാഗനർ 2022 മോഡൽ വാഗനർ. 1 ലിറ്റർ ആണോ 1.2 ആണോ? 1 ലിറ്റർ ആണ്. 1 ലിറ്റർ. മാനുവൽ അല്ലേ? 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മാനുവൽ VXI. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണറാണ്. കമ്പനി സർവീസ്. കിലോമീറ്റർ 20,000 കിലോമീറ്റർ അല്ലേ? 20 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ടയറൊക്കെ ആ ടയറിന് ഫസ്റ്റ് ടയർ, കമ്പനി ടയർ. ഓക്കെ. വേറെ സ്ക്രാച്ച് ഇടേണ്ട കാര്യങ്ങളൊന്നും ഒന്നുമില്ല. നല്ല റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഇല്ല, റീപ്ലേസ് ഇല്ല. കമ്പനി സർവീസിനായിരിക്കും. കമ്പനി സർവീസാണ്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ ചെയ്തിട്ട് നീറ്റാണ് കേട്ടോ, മെയിൻറ്റൈൻഡ് ആണ്, നല്ല നീറ്റ് ആയിരിക്കുന്നുണ്ട്. ഇൻബിൽറ്റ് സ്പീഡ് വരുന്നുണ്ട്, AC വരുന്നുണ്ട്, 4 ഡോർ പവർ സ്റ്റിയറിംഗ്, ഡ്യുവൽ എയർ ബാഗ് എല്ലാം വരുന്നുണ്ടല്ലേ? വേരിയന്റ് VXI ആണോ? VXI 2022 വാഗണർ VXI. അപ്പോൾ ഇതെങ്ങനെ അതിൻ്റെ പ്രൈസ് വരുന്നത്? പ്രൈസ് വരുമ്പോൾ 495. 495 ആസ്കിംഗ് പ്രൈസ്. ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ. ഫിനാൻസോ? ഫിനാൻസ് കിട്ടും ചേട്ടാ. 4 ലക്ഷം രൂപ ലോൺ ഇട്ട് കൊടുക്കാം. ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ബലേനോ CVT ആണ്. ഓട്ടോമാറ്റിക് ആണ്. CVT 2016 മോഡൽ CVT ഗിയർ ബോക്സ് ആണ്. 70,000 കിലോമീറ്റർ ഓടിയ കമ്പനി സർവീസ് വണ്ടി. ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ. ഓക്കെ. ഓണർഷിപ്പ് സിംഗിൾ ആണോ? സിംഗിൾ ഓണർ, ഫസ്റ്റ് ഓണർ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. ചിന്തിന്റെ കിലോമീറ്റർ എത്ര പറഞ്ഞത്? 70,000 കിലോമീറ്റർ. ഓക്കെ. ചിന്തിന്റെ വേരിയന്റ് ഏതാ വരുന്നത്? ഡെൽറ്റ ഓട്ടോമാറ്റിക്. ഓക്കെ. ടയർ കണ്ടീഷൻ ഫ്രണ്ടിൽ നല്ല സെക്കൻഡ് ടയർ, രണ്ടാമത്തെ ടയർ 70,000 കിലോമീറ്റർ ഓടിയത്. ഓക്കെ. CVT യോട് വേറെ ലാഭോ കാര്യങ്ങളൊന്നും വരില്ല, നല്ല പെർഫോമൻസ് ആയിരിക്കും. ഓടിക്കാൻ നല്ല സുഖമുള്ള സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, നീറ്റാണ് കേട്ടോ. ഇതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്, സ്റ്റിയർ മോഡ് കൺട്രോൾസ് വരുന്നുണ്ട്, എയർ ബാഗ്, ഡ്യുവൽ എയർ ബാഗിൽ വരുന്നത്. ഡ്യുവൽ എയർ ബാഗ്. ഓക്കെ. 4 ഡോർ പവറിൻ്റെ പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. പിന്നെ CVT ആയതുകൊണ്ട് നല്ല പെർഫോമൻസ് കിട്ടും. അതെ. അപ്പോൾ ബലേനോ ഇപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? ഇത് പ്രൈസ് 510. 510 ആസ്കിംഗ് പ്രൈസ്. ഓക്കെ. ഫിനാൻസോ? ഫിനാൻസ് കിട്ടും. നമുക്കൊരു 450 വരെയൊക്കെ ലോൺ തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിന്തു നെക്സ്റ്റ് പോളോ ഹൈലൈൻ ഡീസൽ 2013. ഹൈലൈൻ ഡീസലാണ്? അതെ, ഡീസൽ. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ? സെക്കൻഡ് ഓണർ 80,000 കിലോമീറ്റർ. 2013 മോഡൽ അല്ലേ? അതെ. KL01 ട്രിവാൻഡ്രം വണ്ടി. ഓക്കെ. ടയർ കണ്ടീഷൻ അലോയ്സ് ഒക്കെ വരുന്നുണ്ട്. ഇന്ത്യൻ കണ്ടീഷൻ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് AC, സ്റ്റിയർ മോഡ് കൺട്രോൾസ്, 4 ഡോർ പവറിൻ്റെ പവർ സ്റ്റിയറിംഗ്, എയർ ബാഗ് എല്ലാം വരുന്നുണ്ട്. അതെ. ടോപ്പ് ആൻഡ് വെഹിക്കിൾ. അത്യാവശ്യം മൈലേജ് വരുന്നുണ്ടല്ലോ പോളോക്ക്? മൈലേജ് ഡീസൽ അല്ലേ? എങ്ങനെയായാലും മൈലേജ് എത്ര വരും? സിറ്റി ഡ്രൈവ് തന്നെ നമുക്കൊരു 16-18 കിലോമീറ്റർ കിട്ടും. ഓക്കെ. പിന്നെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ഇത് പ്രൈസ് വരുമ്പോഴത്തേക്ക് 285. ഓക്കെ. നെഗോഷ്യബിൾ ആണ് ആസ്കിംഗ് പ്രൈസ്. ഫിനാൻസ് കയറുമല്ലോ? 13 കയറും. ഫിനാൻസ് 13 ശ്രമിക്കാം, നമുക്ക് നോക്കാം. ശ്രീറാമിലെ അവിടെ എവിടെയെങ്കിലും ചെയ്യാം. 2018 ഇയോൺ ആണ്. ഓക്കെ. 18 ഇയോൺ ആണ്. 18 ഇയോൺ. 30,000 കിലോമീറ്റർ സംതിങ് ഓടിയിട്ടുള്ളൂ. ഓക്കെ. ലോ കിലോമീറ്റർ അല്ലേ? അതെ. ഓണർഷിപ്പ് എറ പ്ലസ് ആണ്, സെക്കൻഡ് ഓണർ. എറ പ്ലസ് ആണല്ലേ? അതെ. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ. ടയർ കണ്ടീഷൻ ടയർ മാറാറായില്ലേ? ഒറിജിനൽ ടയർ കിടക്കുന്നത്? ഫസ്റ്റ് ടയർ തന്നെയാണ്. ടയർ മാറേണ്ട ആവശ്യം? അതെ, മാറണം. അത്യാവശ്യം ഓടാവുന്നേ ഉള്ളൂ. ഫ്രണ്ട് ടയർ മാറിയിട്ടുണ്ട്, ബാക്ക് ടയർ മാറാറായി. ഓക്കെ. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, നീറ്റ് ആയിരിക്കുന്നുണ്ട്. അതിനകത്ത് ഇൻബിൽറ്റ് JVC സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്, AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ ഉണ്ട് അല്ലേ? ഓക്കെ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഒന്നുമില്ല, നല്ല വണ്ടി. ലോ കിലോമീറ്റർ സർവീസ് ഉണ്ട്. കമ്പനി സർവീസ് തന്നെയാണ്. ഇതെങ്ങനെ പ്രൈസ്? ഇത് 255. 18 വണ്ടി 255. അല്ല, ആസ്കിംഗ് പ്രൈസ് അല്ല? ആസ്കിംഗ് പ്രൈസ് ആണ്, നെഗോഷ്യബിൾ ആണ്. ഓക്കെ. ഫിനാൻസോ? ഫിനാൻസ് 2 ലക്ഷം രൂപ, ഏറ്റവും കുറഞ്ഞ 2 ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും.
അപ്പോൾ ചിന്തു നെക്സ്റ്റ് ഫിയറ്റ് പുന്തോ, പക്ഷേ ഇപ്പോൾ ആൾക്കാരെ കുറച്ച് നോക്കുന്നുണ്ട്, പക്ഷെ കിട്ടാനില്ല അല്ലേ? കിട്ടാനില്ല. പുണ്ടോയുടെ ഇവോ ആണ് ലാസ്റ്റ് ഇറങ്ങിയ മോഡൽ, 2015 മോഡൽ ഇവോ, 80,000 കിലോമീറ്റർ, ഡീസൽ. ഡീസൽ 1.3 ക്വാർട്ടർ ജെറ്റ്. അതെ അതെ. ഓക്കെ, ഡൈനാമിക് ആണ് വേരിയന്റ്. വേറെ എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? നല്ല വണ്ടി കണ്ടീഷനാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, വണ്ടി ബോഡിയൊക്കെ നീറ്റാണ് കേട്ടോ. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്, ആവറേജ് ടയർ ഉണ്ട്. പക്ഷെ പുന്തോ ഇപ്പം ഇങ്ങനെ ക്വാളിറ്റി കിട്ടാൻ പാടാണ് തോന്നുന്നു. അതെ അതെ, ഇത്രയും വൃത്തിയുള്ള വണ്ടി കിട്ടാൻ പാടാണ്. ഓക്കെ, സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് ഇൻബിൾട്ട് CD വരുന്നുണ്ട്, AC വരുന്നുണ്ട്, പോറിൻ്റെ പോസ്റ്റ് സ്റ്റിയറിംഗ്. ഓക്കെ, കിലോമീറ്റർ ആയിട്ടുണ്ട് ചിന്തിൻ്റെ 80 സംതിങ് ഓടിയിട്ടുണ്ട്. ഓക്കെ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല വണ്ടി. അപ്പോൾ പുന്തോ നോക്കുന്നവർക്ക് നോക്കാം അല്ലേ? ഇത് ഇഷ്ടപ്പെടുന്നവർ, കാരണം ഇത് നോർമൽ എടുക്കുന്നതല്ല, ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്. അതെ അതെ അതെ. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ്? ഇത് 255 2015 വണ്ടി. ഓക്കെ, ചിന്ത നെക്സ്റ്റ് ഡസ്റ്റർ. ചേട്ടാ 2016 ഡസ്റ്റർ, ലോ കിലോമീറ്റർ ആണ്, 56,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, ഡീസൽ അല്ലേ? ഡീസൽ സിംഗിൾ ഓണർ. ഇത് സിംഗിൾ ഓണർഷിപ്പ്. അതെ. കിലോമീറ്റർ 56,000 കിലോമീറ്റർ അത്ര ഓടിയിട്ടുള്ളൂ. ഓക്കെ, കമ്പനി സർവീസ് തന്നെയല്ലേ? കമ്പനി സർവീസ് തന്നെയാണ്. ഇത് 85 PS ആണ്? 85 PS ആണ്. 85 PS ആണ്. ഓക്കെ, അലോയ്സ് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അലോയ്സ് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. വണ്ടി നീറ്റാണ്, സ്ക്രാച്ചിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല. കമ്പനി സർവീസ് തന്നെയല്ലേ? കമ്പനി സർവീസ്, ഫുള്ള് കമ്പനി സർവീസ്. ഓക്കെ, 51,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ. അതെ, 51,456 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, നീറ്റാണ്. ഇതിനകത്ത് ഇൻബിൾട്ട് CD വരുന്നുണ്ട്, ഫോർഡർ പവറുണ്ട്, AC പോസ്റ്റ് ഇറങ്ങി, എയർ ബാഗ് എല്ലാം വരുന്നുണ്ട് അല്ലേ? എല്ലാം വരുന്നുണ്ട്. അലോയ്സ് രണ്ടാമത് ചെയ്തുകൊണ്ട്. ടയർ കണ്ടീഷൻ കുഴപ്പമില്ല. ടയറിൻ്റെ ഫസ്റ്റ് ടയർ ആണ്. 85 PS ആണ്, കുറച്ചുകൂടി മൈലേജ് കിട്ടും അല്ലേ? അതെ. അപ്പോൾ എങ്ങനെ പ്രൈസ്? ഇത് പ്രൈസ് വയ്ക്കുന്നത് 570. 570 ആസ്കിങ് അല്ലേ? ആസ്കിങ് പ്രൈസ് ആണ്, നെഗോഷ്യബിൾ ആണ്. ഫിനാൻസോ? 5 ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കാം, ചെയ്യാൻ പറ്റും. ബ്രീസ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്? അതെ അതെ, ഓട്ടോമാറ്റിക് VDI ഓപ്ഷൻ ആണ്. VDI ഓപ്ഷൻ. അതെ, അലോയ്സ് ഒക്കെ അഡീഷണൽ അല്ല, കമ്പനി അലോയ്സ് തന്നെ വരുന്ന മോഡൽ. ഓക്കെ, ഇപ്പോൾ ഡീസൽ ബ്രസ്സ കുറച്ച് പാടാല്ലേ കിട്ടാൻ? ഓട്ടോമാറ്റിക് കിട്ടാൻ പാടാണ്. ഓട്ടോമാറ്റിക് പാടാ. ഓക്കെ, KL01 ട്രിവാൻഡ്രം വണ്ടിയാണ് കേട്ടോ. ട്രിവാൻഡ്രം വണ്ടിയാണ്. മോഡൽ ഏതാ പറഞ്ഞത് നമ്മുടെ? 2019. ഓണർഷിപ്പ് സിംഗിൾ ആണ്? സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർഷിപ്പ്. അതെ. കിലോമീറ്റർ എത്ര അതിൻ്റെ? 80,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല, കമ്പനി സർവീസ്. ഓക്കെ, അലോയ്സ് ഉണ്ട്. ഓക്കെ, ടച്ച് സ്ക്രീൻ റിവേഴ്സ് നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്തതാണ്. സീറ്റ് ഫാബ്രിക് ആണ്, മെയിൻറ്റൈൻ ആണ്, കുഴപ്പമില്ല. അതിനകത്ത് ടച്ച് സ്ക്രീൻ പൈനറിന് ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ. ഓക്കെ, ഫോർഡർ പവറുണ്ട്, AC പോസ്റ്റ് ഇറങ്ങി, എയർ ബാഗ് വരുന്നുണ്ട്. ഓക്കെ, VDI ഓപ്ഷൻ അല്ലേ? VDI ഓപ്ഷൻ ഓട്ടോമാറ്റിക്. അപ്പം ഇതെങ്ങനെയാണ് പ്രൈസ്? പ്രൈസ് വരുമ്പോഴത്തേക്ക് 810. ഓക്കെ, നെഗോഷ്യബിൾ ആയിരിക്കുമല്ലോ? നെഗോഷ്യബിൾ ആണ്, ആസ്കിങ് പ്രൈസ് നെഗോഷ്യബിൾ. ഫിനാൻസ് എങ്ങനെ വരും? ഫിനാൻസ് നമുക്ക് 6.5 ലക്ഷം രൂപ വരെ ലോൺ ഇട്ട് കൊടുക്കാം. ഇത് നെക്സ്റ്റ് ഹോണ്ട അമേസ്. ഹോണ്ട അമേസിന്റെ 2014 പെട്രോൾ ഓട്ടോമാറ്റിക്. 14 പെട്രോൾ ഓട്ടോമാറ്റിക്. അതെ അതെ. ഓക്കെ, ഓണർഷിപ്പ് കിലോമീറ്റർ? സെക്കൻഡ് ഓണർ, 61,000 കിലോമീറ്റർ. ഓക്കെ, കമ്പനി സർവീസിനാണോ? ഏതാ? കമ്പനി സർവീസിനാണോ? കമ്പനി സർവീസ്, ഇതുവരെ കമ്പനി സർവീസ്. ഓക്കെ, വേരിയന്റ് ഏതായിരുന്നു ഇത്? ഇത് വരുമ്പോഴത്തേക്കും S ആണ് വേരിയന്റ്. ബോഡിയൊക്കെ നീറ്റാണ് കേട്ടോ, സ്ക്രാച്ചിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. ടയർ കണ്ടീഷൻ ആവറേജ് ആണ്. സെഡാനിൽ ഓട്ടോമാറ്റിക്, ആ ചെറിയ ബഡ്ജറ്റിന് കിട്ടുന്ന ഓട്ടോമാറ്റിക്. അമേസ് ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, അമേസ് ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ അരിപ്പുണ്ട്. എൻ്റെ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. ഇൻബിൾട്ട് CD വരുന്നുണ്ട്, സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ് വരുന്നുണ്ട്, ഫോർഡർ പവറിൻ്റെ പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പെട്രോൾ ഓട്ടോമാറ്റിക് അമേസ് അല്ല? അതെ, പെട്രോൾ ഓട്ടോമാറ്റിക് അമേസ്. പെട്രോൾ അല്ലേ? അപ്പോൾ എങ്ങനെ പ്രൈസ്? ഇത് 385. അതെ, നെഗോഷ്യബിൾ ആണല്ലോ? നെഗോഷ്യബിൾ ആണ്. ഫിനാൻസോ? 3 ലക്ഷം രൂപ ലോൺ ഇട്ട് കൊടുക്കാം, 350 വരെ ലോൺ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം ചിന്തു നെക്സ്റ്റ് ട്രൈബർ. ട്രൈബർ 2019 ആണ്. ഓക്കെ, നമുക്കൊരു ചെറിയ 8 സീറ്റർ നോക്കുന്നവർക്ക് ആ ബഡ്ജറ്റിൽ കിട്ടുന്ന വണ്ടി. ഓക്കെ, 8 സീറ്റർ ആണോ? 7 സീറ്റർ അല്ലേ? സോറി, 7 സീറ്റർ. ഓക്കെ, ട്രൈബർ 7 സീറ്റർ. 2019 RXE ആണ്. RXE ആണ്. RXE. ഓക്കെ, ഓണർഷിപ്പ് കിലോമീറ്റർ? സിംഗിൾ ഓണർ, 37,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്, ഒരു 60% ടയർ ഉണ്ടല്ലേ? അതെ. ബോഡി ക്ലീൻ ആണ്, സ്ക്രാച്ചിന്റെ കാര്യങ്ങളൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. റീപ്ലേസ്മെന്റ് ആക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. സർവീസ്? കമ്പനി സർവീസ്. ഓക്കെ, TVS-ലാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, വൃത്തിയിരിപ്പുണ്ട് കേട്ടോ. ഇതിനകത്ത് 2 ഡോർ പവറുണ്ട്, AC പോസ്റ്റ് ഇറങ്ങി വരുന്നുണ്ട്. RXE ആണ് വേരിയന്റ് അല്ലേ? RXE, AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ RXE വേരിയന്റ് നമ്മുടെ ട്രൈബർ എങ്ങനെ പ്രൈസ്? പ്രൈസ് വരും 425. 425. അതെ. ഓക്കെ, നെഗോഷ്യബിൾ ആയിരിക്കുമല്ലോ? നെഗോഷ്യബിൾ ആണ്. ഫിനാൻസോ? 4 ലക്ഷം രൂപ ലോണും ചെയ്ത് കൊടുക്കാം. നമ്മുടെ മോഡൽ ഏതാ പറഞ്ഞത്? 19 മോഡലാണ്. അതെ. ഓക്കെ, ചിന്തു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ വണ്ടികൾ കാണിച്ചിട്ടുണ്ട്, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.